കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം സിത്താര പറയുന്നുണ്ട്, എന്താണെങ്കിലും ഈ ഒരു യാത്രയിലൂടെ നിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ഭയങ്ങളും മാറും. അവിടുത്തെ വഴിപാട് കൂടി പൂർത്തിയാവുന്നതോടെ എല്ലാ ദോഷങ്ങളും മാറും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നാൽ പിന്നെ സമയങ്ങളുണ്ട്, നമുക്ക് ഉടനെ തന്നെ ഇറങ്ങാം. അങ്ങനെ അവർ മൂന്നാലും കൂടി കാറിൽ ചങ്ങാതിക്കടവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ കാറിലിരിക്കുന്ന സമയത്ത് ഗാഥയാണെങ്കിൽ നവീൻ്റെ ഫോണിലേക്ക് 2-3 തവണ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഫോൺ ബിസി ആയിരിക്കും എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഇതുകൊണ്ട് ഗാഥ ദേഷ്യത്തിൽ പറയണേ, ഷേ എത്ര തവണയായി ഞാൻ വിളിക്കുന്നു. അന്നേരം സിത്താര ചോദിക്കുന്നുണ്ട്, മോളെ ആരെയാണ് വിളിക്കുന്നത്? വേറെ ആരെ? നവീനെ തന്നെയാണ് വിളിക്കുന്നത്. കുറേ നേരം ഞാൻ വിളിക്കുന്നത്. അപ്പോഴെല്ലാം എൻഗേജ്ഡാണ്. എൻ്റെ ഫോൺ കണ്ട ഒന്ന് നവീനെ തിരിച്ച് വിളിച്ചുകൂടെ? അല്ലെങ്കിൽ പിന്നെ ആരോട് ഇത്ര കിന്നിരിക്കാൻ? അവളോടായിരിക്കും, ആ കൃഷ്ണയോട്. അത് കേട്ടിട്ട് സിനി ചോദിക്കണേ, അല്ലത് ഗാഥ മാഡം എന്തൊക്കെയാണ് പറയുന്നത്? അതിന് നവീർ അറിയില്ലല്ലോ നിങ്ങൾ രണ്ടുപേരുണ്ടെന്ന്. പിന്നെ എങ്ങനെയാണ് ഗാഥ കൃഷ്ണയോട് സംസാരിക്കുന്നത്? അന്നേരം ഗാഥ ദേഷ്യത്തിൽ സിനിയോട് ചോദിക്കണേ, അല്ല നവീൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് സിനി ചേച്ചിക്ക് അറിയോ? ഇല്ലല്ലോ, അപ്പോൾ പിന്നെ മിണ്ടാ നിൽക്കരുത്. അത് കേട്ടിട്ട് സിത്താര ദേഷ്യപ്പെടുക. ഗാഥ, എന്താ നിനക്ക് പറ്റിയത്? നീ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വല്ല ബോധമുണ്ടോ? നിൻ്റെ ഈ സ്വഭാവം തന്നെയാണ് ആദ്യം മാറ്റേണ്ടത്. അത് തന്നെയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. നീ വെറുതെ ഇപ്പോൾ കൃഷ്ണയുടെ കാര്യം ഓർത്ത് ടെൻഷനാവുന്നത് എന്തിനാണ് നവീനെ അതിൻ്റെ പേരിൽ സംശയിക്കുന്നത്? ആദ്യം നിൻ്റെ മനസ്സിൽ നിന്ന് അനാവശ്യ ചിന്തകളൊക്കെ മാറ്റ്. എന്നിട്ട് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് അമ്പലത്തിലേക്കാണ്. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം മതി തൽക്കാലം നിൻ്റെ മനസ്സിലാവുന്നുണ്ടോ? അന്നേരത്തായിരിക്കും കേട്ടോ ഗാഥയുടെ ഫോണിലേക്ക് നവീൻ വിളിക്കുന്നത്. അന്നേരം സിത്താര ചോദിക്കണേ, ആരാ വിളിക്കുന്നത്? നവീനായിരിക്കുമല്ലേ? അതെ. അങ്ങനെ ഗാഥ ഫോൺ എടുത്തിട്ട് നവീനോട് ചോദിക്കണേ, ഞാൻ 3-4 തവണ വിളിച്ചിരുന്നല്ലോ, അപ്പോഴൊക്കെ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നല്ലോ, ആരോട് ഇത്ര സംസാരിക്കാൻ? അവളോടാണോ? അത് കേൾക്കുന്നതും നവീൻ ചോദിക്കണേ, അവളോ? ആരാ അത്? അല്ല പിന്നെ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാതെ ഇത്രയ്ക്ക് നേരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ ചോദിക്കേണ്ടത്? എടോ ഗാഥ, ഞാൻ മീറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതാ പെട്ടെന്ന് തൻ്റെ കോൾ വന്നപ്പോൾ എടുക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ അതിൻ്റെ പേരിൽ താനിങ്ങനെ സംശയിക്കാനൊക്കെ തുടങ്ങിയാലോ? മുമ്പ് തനിക്ക് ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലാതിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ സംസാരിക്കാനാണെങ്കിൽ താൻ എന്നെ വിളിക്കാത്തത് തന്നെയാണ് നല്ലത്. ഓ അത് ശരി, ഇപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലും ബുദ്ധിമുട്ടാണല്ലേ? അങ്ങനെ നവീൻ്റെ ശബ്ദം കഷ്ടപ്പെട്ട് കേൾക്കണമെന്നില്ല. ഞാൻ കട്ട് ചെയ്യുമോ ഫോൺ എന്ന് പറഞ്ഞ ദേഷ്യത്തിലെ ഫോൺ കട്ട് ചെയ്യുവാണ്. അന്നേരം നവീൻ പറയണേ, ഗാഥയുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അഹങ്കാരവും ധാഷ്ട്യത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ഈ സമയം സിത്താര ഗാഥയോട് ദേഷ്യപ്പെടണേ, എന്താ മോളെ ഇത്? നവീനോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്? അയാളെ കൂടുതൽ വെറുപ്പിക്കുകയാണോ നീ ചെയ്യേണ്ടത്? അത് പിന്നെ സോറി മമ്മി, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുപോയി. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ആയിട്ട് തന്നെ നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് പോലെയല്ലേ ഇപ്പം നീ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ? മമ്മി സോറി പറഞ്ഞില്ലേ? ആ സമയത്ത് എൻ്റെ കൺട്രോൾ അങ്ങ് വിട്ടുപോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്ത് കാര്യം? ഈ യാത്രയിലൂടെയെങ്കിലും നിൻ്റെ മനസ്സിൽ നിന്നുള്ള ആവശ്യമായിട്ടുള്ള ചിന്തകളും എല്ലാ ഭയങ്ങളും ഒന്ന് മാറിക്കിട്ടണമെന്ന് നീ ഒന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. മറ്റൊന്നിനും നിൻ്റെ ശ്രദ്ധ പോകാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഗാഥയെ വീണ്ടും ഉപദേശിക്കുവാണ്. അതെല്ലാം കേട്ട് തലയുമായിട്ടിരിക്കുവാണ് കേട്ടോ ഗാഥ. പിന്നീട് കാണിക്കുന്നത് തങ്കവും കൃഷ്ണയും കൂടി അമ്പലത്തിലൊക്കെ പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. ഈ സമയം തങ്കം ചോദിക്കുന്നുണ്ട്, അല്ല കൃഷ്ണേ, നീ ഗോപാലനെ വിളിച്ച് പുതിയ ലോട്ടറി കച്ചവടം തുടങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നോ? അയ്യോ ഇല്ലമ്മേ, ഞാനതങ്ങ് വിട്ടുപോയി. എന്താ മോളി കാണിച്ചത്? നമ്മുടെ കഷ്ടാവസ്ഥയിൽ സഹായിച്ചതും ചേർത്ത് പിടിച്ചതും ഒക്കെ ഗോപാലനല്ലേ? അപ്പോൾ ഇങ്ങനൊരു കാര്യം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതാദ്യം വിളിച്ച് പറയേണ്ടത് ആ ഗോപാലനെ തന്നെയല്ലേ? ഞാൻ ഇപ്പം തന്നെ വിളിക്കാം അമ്മേ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ ഫോൺ എടുത്ത് ഗോപാലനെ വിളിക്കുക. കൃഷ്ണ മോളെ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സുഖമല്ലേ നിനക്കവിടെ? കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല ഗോപാലമാമേ. പിന്നെ ഞാനും അമ്മയും കൂടി ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുവാണ്. അമ്പലത്തിൽ പോയി ഒരു മുഹൂർത്തം കുറിക്കണം. മുഹൂർത്തം എന്തിന്? അതെ, ഇവിടെ അമ്മ എനിക്ക് ഒരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് അമ്മ മുഹൂർത്തം കുറിക്കാൻ പോകുന്നത്. അതിനിട്ട് ഗോപാലൻ ഞെട്ടണേ, എന്തൊക്കെയാണ് പറയുന്നത്? നിന്നെ കൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിപ്പിക്കാനോ? നവീനല്ലാതെ ഒരു പുരുഷൻ നിൻ്റെ ജീവിതത്തിലുണ്ടോ? നീ തങ്കത്തിന് ഫോൺ കൊടുത്തേ, ഞാൻ തങ്കത്തിനോടൊന്ന് ചോദിക്കട്ടെ. അത് കേട്ടിട്ട് കൃഷ്ണ ചിരിച്ചുകൊണ്ട് പറയണേ, എൻ്റെ ഗോപാലമാമേ, അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. പക്ഷേ അമ്പലത്തിൽ മുഹൂർത്തം കുറിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞത് സത്യമോ? അത് മറ്റൊന്നിനുമല്ല. നാളെ മുതലേ ഞാൻ എൻ്റെ വഴിയിലൂടെയുള്ള ലോട്ടറി വിൽപ്പനയൊക്കെ നിർത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു കട തുടങ്ങി. ആ കടയിലിരുന്നാണ് ഈ ലോട്ടറി കച്ചവടം നടത്താൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ട് അനിയൻ സാർ ഇതൊക്കെ ചെയ്തു തരുന്നത്. അനിയൻ സാറിൻ്റെ ഒരു കടമുറിയുണ്ട്, അവിടെ ലോട്ടറി ഏജൻസിയായി തുടങ്ങിക്കൂടെയെന്ന് അനിയൻ സാർ എന്നോട് ചോദിച്ചു. അങ്ങനെ നാളെ അതിൻ്റെ ഉദ്ഘാടനം നടക്കുവാണ്. അത് കേൾക്കുന്നതും ഗോപാലിന് ഒത്തിരി സന്തോഷമാകുവാണ്. സന്തോഷമായി മോളുടെ നാവിൽ നിന്ന് ഈ വാർത്ത കേട്ടപ്പോൾ ഗോപാലമ്മയുടെ മനസ്സ് നിറഞ്ഞു. കുറേ നാളായി ഈ ലോട്ടറി കച്ചവടവുമായിട്ട് ഗോപാലമാമ നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ ദുബായ് മാമിന് ഇതുവരെ ഒരു കരയിടാൻ പറ്റില്ല. എന്നാൽ എൻ്റെ മോൾക്ക് അങ്ങനെയല്ലല്ലോ, ഒരു കടയുടെ മുതലാളിയാകാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ? മനസ്സ് നിറഞ്ഞു. നിങ്ങൾ അത്രയും ദൂരത്തേക്കുള്ള നാട്ടിൽ പോയപ്പോൾ നിങ്ങൾക്കൊരു കൈ സഹായത്തിന് ആരുമില്ലല്ലോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാനും സുനന്ദയൊക്കെ. എന്നാലിപ്പോൾ അനിയൻ സാറിൻ്റെ രൂപത്തിൽ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ എത്തിയല്ലോ. എനിക്കിതെല്ലാം കേട്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്.
അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, പിന്നെ ഗോപാലമാമ നാളെയാണ് കടയുടെ ഉദ്ഘാടനം. സുനന്ദേച്ചിയും മോളെയൊക്കെ കൂട്ടിയിട്ട് ഗോപാലമാമ കൃത്യസമയത്തിന് ഇവിടെ ഉണ്ടാകണം കേട്ടോ. അയ്യോ മോളെ, നാളെ മോളുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിരിക്കുവാണ്. 2 പേരോടും അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇത് കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് എത്തിയാന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സാരമില്ല, നാളെ വരാൻ പറ്റിയില്ലെങ്കിൽ എന്താ, അതിനടുത്ത ദിവസം തന്നെ ഞങ്ങൾ 3 ആളും കൂടി അങ്ങോട്ടേക്ക് എത്തും. മോളെ രക്ഷിച്ച അനിയൻ സാറിനുണ്ടല്ലോ, സാറിനെ നേരിട്ടൊന്ന് കാണണം. നിങ്ങളെ രക്ഷിച്ചതിനൊരു നന്ദിയും പറയണം. അതിനെന്താ, അനിയൻ സാറിവിടെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. ഗോപാലമാമ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ 2 ആളും അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾ വിടില്ല. ഞങ്ങളുടെ ഒപ്പം 1-2 ദിവസമൊക്കെ താമസിച്ച് ഈ നാടൊക്കെ കാണിച്ചു തന്നിട്ട് ഞങ്ങൾ വിടുന്നുള്ളൂ. എന്നാൽ ശരി, ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങട്ടെ. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് സുനന്ദേച്ചിയും കൂടി വിളിക്കാം. അന്നേരം ഗോപാലൻ പറഞ്ഞേ, ആണോ, അങ്ങനെയാണെങ്കിലേ ഞാനായിട്ട് വിളിച്ച് ഈ കാര്യത്തിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. മോളുടെ നാവിൽ നിന്ന് തന്നെ സുനന്ദയെല്ലാം കേൾക്കട്ടെ. ശരി മോളെ. അങ്ങനെ പറഞ്ഞ് ഫോൺ കിട്ടുകയുമാണ്. പിന്നീട് കാറിൽ ചങ്ങാതിക്കടവിലെത്തുന്ന സിത്താരയെ നേരിട്ട് കാണിക്കുന്നത്. പെട്ടെന്ന് വണ്ടി നിർത്തി സിത്താര അവിടെ ഒരു കവലേൻ്റെ ഭാഗത്ത് ഇറങ്ങുവാണ്. എന്നിട്ട് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ഗാഥയും സിനിയും കൂടി പുറത്തേക്ക് ഇറങ്ങുവാണ്. അന്നേരം ഗാഥ ചുറ്റും നോക്കിയിട്ട് പറയണേ, എന്തൊരു ശാന്തോണല്ലേ മമ്മി ഈ സ്ഥലം. സിറ്റിയിലെ ആ തിക്കിലും തിരക്കിൽ നിന്ന് മാറി ഒരു ടൂറിസ്റ്റ് പ്ലേസിലെത്തിയ പോലെ തോന്നുന്നു. അല്ല, അയാളുടെ വീട് ഇവിടെ അടുത്തുള്ളടത്തുവാണോ? ഇവിടെ അടുത്തവിടെയൊക്കെ തന്നെയാണ്. വീടുകളൊക്കെ മാറിയില്ലേ, അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ജനിച്ചു വളരേണ്ട നാടായിരുന്നു അല്ലേ ഇത്, അല്ലേ മമ്മി? അന്നേരം സിതാര പറയണേ, ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും അയാളെക്കുറിച്ചുള്ള സംസാരമൊന്നും വേണ്ട. നമ്മൾ വന്നിരിക്കുന്നത് അമ്പലത്തിലേക്കാണ്. ആ ഒരു ചിന്ത മാത്രം മതി മനസ്സിൽ. എന്നാൽ വണ്ടി കയറും. അങ്ങനെ അവർ അമ്പലത്തിലേക്ക് പോകുവാണ്. ഈ സമയം മോളിക്കുട്ടിയുടെ ഓട്ടോയിൽ കൃഷ്ണയും തങ്കവും അമ്പലത്തിലെത്തുവാണ് കേട്ടോ. അങ്ങനെ അവർ അമ്പലത്തിൽ കയറാൻ തുടങ്ങുമായിരിക്കും. അന്നേരം മോളിക്കുട്ടിയോട് കൂടെ വന്നില്ലെന്ന് ചോദിക്കുക. ആ സമയം മോളിക്കുട്ടി പറയണേ, ഞാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വേറെ സ്ഥലത്ത് പോയി അവിടെയും ആവശ്യങ്ങളുടെ ഭാരം ഇറക്കി വെച്ചാലേ കർത്താവിന് ദേഷ്യം വന്നാലോ. അത് കാരണം ഞാൻ വരുന്നില്ല, നിങ്ങൾ 2 ആളും ചെല്ലും. അങ്ങനെയാണെങ്കിൽ മോളിക്കുട്ടി തിരികെ പോയിക്കോ, ഞങ്ങളങ്ങ് തിരിച്ചു വന്നോളാം എന്ന് തങ്കം പറയുന്നുണ്ട്. എന്നാൽ മോളിക്കുട്ടി സമ്മതിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ. നിങ്ങൾ പോയി തൊഴുതട്ടുക. അപ്പോഴേക്കും എൻ്റെ വണ്ടിക്ക് എന്തോ ചെറിയൊരു സൗണ്ടും തകരാറും ഒക്കെ ഉണ്ട്. ഞാനതെന്താണെന്നൊന്ന് ചെക്ക് ചെയ്തട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങ് പോകാമെന്നേ. അങ്ങനെ അവർ 2 ആളും അമ്പലത്തിലേക്ക് കയറുവാണ്. ഈ സമയം മോളിക്കുട്ടിയാണെങ്കിൽ ഓട്ടോൻ്റെ ഉള്ളിൽ ആ ശബ്ദം എന്താണെന്നൊക്കെ അറിയാനായിട്ട് അവിടെയൊക്കെ ചെക്ക് ചെയ്തോ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും സിത്താരയുടെ കാർ അവിടെ എത്തുന്നത്. അങ്ങനെ മോളിക്കുട്ടിയുടെ ഓട്ടോയുടെ തൊട്ടരികിൽ തന്നെ കാർ വന്ന് നിർത്തുവാണ് കേട്ടോ. ഈ സമയം മോളിക്കുട്ടി ഇങ്ങനെ അവർ നോക്കുന്നുണ്ട്. അന്നേരം കാറിൽ നിന്ന് സിത്താരയും സിനിയും ഇറങ്ങുന്നത് മോളിക്കുട്ടി കാണുവാണ്. പിന്നീട് വീണ്ടും മോളിക്കുട്ടി തൻ്റെ ജോലി ചെയ്യുക. ഈ സമയം കാറിൽ നിന്ന് ഗാഥയും ഇറങ്ങി അവർ 3 ആളും കൂടി മോളിക്കുട്ടീൻ്റെ അടുത്ത് കൂടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ ഗാഥേനെ ആണെങ്കിൽ മോളിക്കുട്ടി കാണുന്നില്ല കേട്ടോ. പിന്നീട് അമ്പലത്തിൽ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് പൂജാരിയോട് നാളെ ഉദ്ഘാടനം ചെയ്യാനുള്ള നല്ല സമയം ചോദിക്കുവാണ്. അന്നേരം പൂജാരി 10-നും 11 മണിക്കുള്ള ശുഭമുഹൂർത്തമാണെന്ന് പറയുവാണ്. മാത്രമല്ല കൃഷ്ണയ്ക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള സമയമാണെന്നും വിചാരിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമെന്നും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തങ്കത്തിനും ഒത്തിരി സന്തോഷമാകുവാണ്. പിന്നീട് കൃഷ്ണയും തങ്കവും കൂടി നേരെ നാഗത്തറയിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ ഒരു സമയത്ത് സിത്താരയും ഗാഥയും സിനിയും കൂടി അവിടെ വന്ന് അവിടെ പൂജാമുറിയുടെ മുമ്പിലായിട്ട് തൊഴുതു നിൽക്കുവാണ് കേട്ടോ. ശ്രീനിവാസനെ ഫോണിൽ വിളിക്കുന്ന ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിനുണ്ടോ. അന്നേരം അയാൾ പറയണേ, അനിയൻ സാറെ, ഇവിടെ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എല്ലാം കൂടിയുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അന്നേരം അനിയൻ സാറിനെയും കൂടി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ഇവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കർമ്മങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ആയിട്ടാ സാറിന് സമയമുണ്ടെങ്കിൽ ഒന്ന് ഇതുവഴി ഇറങ്ങാമോ? അതിനെന്താ, കുറേ നാളായില്ലേ അങ്ങോട്ട് വന്നിട്ട്. മാത്രമല്ല ഭഗവാന്റെ കാര്യമല്ലേ, ഒരു 5 മിനിറ്റ് അതിനുള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് എത്താം. അങ്ങനെ പറഞ്ഞ് അനിയൻ സാറും അമ്പലത്തിലേക്ക് പുറപ്പെടുവാണ്. പിന്നീട് നാഗത്തറയിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന തങ്കത്തിനെയും കൃഷ്ണനെയും ഇട്ട് കാണിക്കുന്നത്. ഈ സമയം കൃഷ്ണ നാഗദേവതകൾക്ക് മുമ്പിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നാഗദേവതകളെ, എനിക്ക് ഒരേ കാര്യം മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ. നവീൻ്റെ കാര്യം. നവീൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടാവരുത്. നവീൻ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കണം. നവീനെ ഒരു മുള്ളുകൊണ്ട് പോലും ആർക്കും വേദനിപ്പിക്കാൻ പറ്റരുത്. അങ്ങനെ നവീന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണ. ഇതേസമയം തങ്കമാണെങ്കിൽ കൃഷ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, എൻ്റെ മോള് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നവീനെയാണ്. അവളെ നവീനെ ഒന്നിപ്പിക്കണേ. എൻ്റെ മോൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം നവീനൊപ്പം അവൾക്കുണ്ടാകണേ എന്ന് തങ്കവും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 2 ആളും തിരിച്ച് മോൾക്കുട്ടിയുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അന്നേരം മോൾക്കുട്ടി കേൾക്കണേ, എന്തായി മുഹൂർത്തമൊക്കെ കുറിച്ചോ? നാളെ 10-നും 11 മണിക്കൂടൊക്കെ. കൊള്ളാം, നല്ല സമയമാണ്. കവലയിൽ നല്ല ആൾ കൂടുന്ന സമയമാണ്. എന്നാൽ പിന്നെ വണ്ടി കയറ്. അങ്ങനെ പറഞ്ഞ് അവരെയും കൊണ്ട് മോളിക്കുട്ടി അവിടെ നിന്നും പോകുവാണ്. ഇതേസമയം സിത്താരയും
ഗാദയും സീനയും കൂടി അവിടെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ പൂജാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർക്ക് പ്രസാദവും മറ്റും കൊടുക്കുവാണ്. അന്നേരം ഗാദയെ കാണുന്നതും പൂജാരി ചോദിക്കണേ, അല്ല ഈ കുട്ടി കുറച്ച് മുമ്പ് ഇവിടെ വന്നിരുന്നു അല്ലേ? കുറച്ച് മുമ്പ് കണ്ട പോലെ തോന്നി. ആ, ഗാദ മേഡം കുറച്ച് മുമ്പ് ഇവിടെ വന്ന് തൊഴുതു. അങ്ങനെ പറഞ്ഞ് അവർ മൂന്നാളും കൂടി നാഗത്തറയിലേക്ക് പോകുവാണ്ടോ. എന്നാൽ തിരുമേനിൻ്റെ മുമ്പിൽ ചില സംശയങ്ങൾ തോന്നുവാണ്. അങ്ങനെ തിരുമേനി ഗാദയെ തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുവാണ്ടോ. പിന്നീട് വഴിയിൽ കാർ ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ശ്രീനിവാസനാണ് കാണിക്കുന്നത്. ഈ സമയം ഏതൊരു പരിചയക്കാരനെ കണ്ട ശ്രീനിവാസൻ കാർ നിർത്തി അയാളോട് സംസാരിച്ച് നിൽക്കുവാണ്. ഇതേ ഒരു സമയത്ത് തന്നെയായിരിക്കും മോളിക്കുട്ടിയുടെ ഓട്ടോയും അതുവഴി വരുന്നത്. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമുഖൽ കാണിക്കുന്നത് ക്ഷേത്രത്തിലെത്തിയ ശ്രീനിവാസനും അവിടെയുള്ള സിത്താരയും തമ്മിൽ പരസ്പരം നേർക്കുനേർ കണ്ടുമുട്ടുന്നതാണ്. അന്നേരം സിത്താരക്കാണെങ്കിൽ ശ്രീനിവാസനെ കാണുമ്പോൾ ആകെ ദേഷ്യമാകുവാണ് കേട്ടോ. ശ്രീനിവാസന് കുറേ വർഷങ്ങൾക്ക് ശേഷം സിത്താരയെ കണ്ടതും മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തോന്നുവാണ്. സിത്താരയുടെ സ്നേഹത്തോടെ തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രീനിവാസൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സിത്താര ശ്രീനിവാസനോട് പൊട്ടിത്തെറിക്കുവാണ്. അന്നേരം ശ്രീനിവാസ് പറയണേ, എൻ്റെ ശിക്ഷയൊക്കെ കഴിഞ്ഞു. അതേക്കുന്നതും സിത്താര പറയുവാണ്, നിങ്ങളുടെ ജയിലിലുള്ള ചിലപ്പോൾ ശിക്ഷ കഴിഞ്ഞാണ്, പക്ഷേ ഈ ഭൂമിയിലുള്ള ശിക്ഷ ഉണ്ടല്ലോ അങ്ങനെയൊന്നും തീരില്ല. നിങ്ങളുടെ മരണം കൊണ്ടല്ലാതെ ആ ശിക്ഷയ്ക്ക് ഒരു കുറവും ഉണ്ടാകാൻ പോകുന്നുമില്ല. സിത്താരയുടെ ആ വാക്കുകൾ കേട്ട് മനസ്സ് വേദനിച്ച് നിൽക്കുന്ന ശ്രീനിവാസനെയാണ് കേട്ടോ പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്